നമ്മുടെ ശരീരത്തിനുള്ളിൽ അദൃശ്യമായ ഊർജ്ജചക്രങ്ങൾ യഥാർത്ഥത്തിൽ കറങ്ങുന്നുണ്ടോ, അതോ ഇതൊരു വെറും സങ്കല്പം മാത്രമാണോ? ഇനി അവയുണ്ടെങ്കിൽ തന്നെ അവയെ ഉണർത്തുക എന്നതിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ്? ഇതൊരു പെട്ടെന്നുള്ള അത്ഭുതമാണോ, അതോ ബോധമണ്ഡലത്തിന്റെ സാവധാനത്തിലുള്ളതും സന്തുലിതവുമായ പക്വതയാണോ? എന്തുകൊണ്ടാണ് പുരാതന ഋഷിമാർ ഇവയെ നട്ടെല്ലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഊർജ്ജകേന്ദ്രങ്ങളായി കണ്ടത്? ഇന്ന് നാം ഈ ചോദ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. നാം ചക്രങ്ങളുടെ സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലാക്കും. ജാഗരണത്തിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ്? മൂലാധാരം മുതൽ സഹസ്രാരം വരെ ബോധത്തിന്റെ യാത്ര എങ്ങനെ സംഭവിക്കുന്നു? ശരീരത്തിന്റെ ശുദ്ധിയും മാനസിക സ്ഥിരതയും ആദ്യത്തെ വ്യവസ്ഥയാകുന്നത് എന്തുകൊണ്ട്? അവസാനമായി ചക്രങ്ങൾ ബലപ്രയോഗത്തിലൂടെ തുറക്കാൻ കഴിയില്ല എന്ന അടിസ്ഥാന സത്യവും നാം തിരിച്ചറിയും. അവ സ്വാഭാവികമായി വിരിയുന്നവയാണ്. യോഗ പാരമ്പര്യത്തിൽ ചക്രം എന്ന വാക്കിനർത്ഥം കറങ്ങുന്ന കേന്ദ്രം എന്നാണ്. എന്നാൽ ഇതൊരു ഭൗതികമായ ചക്രമല്ല, ഇത് ബോധത്തിന്റെ പ്രതീകമാണ്. പുരാതന ഗ്രന്ഥമായ ഷഡ്ചക്ര നിരൂപണത്തിൽ പറഞ്ഞിരിക്കുന്നു, മേരുദണ്ഡേ സ്ഥിതാ പദ്മ, അതായത് നട്ടെല്ലിൽ താമരരൂപത്തിലുള്ള കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ താമര എന്നത് ഇപ്പോൾ അടഞ്ഞുകിടക്കുന്ന, എന്നാൽ ഉണരുമ്പോൾ വിരിയാൻ കഴിയുന്ന ആ സൂക്ഷ്മമായ സാധ്യതയുടെ പ്രതീകമാണ്. ഈ കേന്ദ്രങ്ങൾ നമ്മുടെ ബോധത്തിന്റെ വിവിധ തലങ്ങളെ കാണിക്കുന്നു. വിത്തിൽ ഒരു വൃക്ഷത്തിനുള്ള സാധ്യത മറഞ്ഞിരിക്കുന്നതുപോലെ ഓരോ മനുഷ്യനിലും ബോധത്തിന്റെ പൂർണ്ണമായ വികാസം മറഞ്ഞിരിക്കുന്നു. നാം ചക്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ശരീരത്തിന്റെ ഭൗതിക ഘടനയേക്കാൾ സൂക്ഷ്മമായ മാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഉപനിഷത്തുകളിൽ വരുന്നു, പ്രാണോ ഹി ജീവനം, അതായത് പ്രാണനാണ് ജീവൻ. ഈ പ്രാണൻ വെറുമൊരു ശ്വാസം മാത്രമല്ല, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും അനുഭവങ്ങളെയും നിയന്ത്രിക്കുന്ന സൂക്ഷ്മമായ ഊർജ്ജമാണ്. ചക്രങ്ങൾ അതേ പ്രാണന്റെ കേന്ദ്രങ്ങളാണ്. അവിടെ ഊർജ്ജം പ്രത്യേക രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്നു. ഊർജ്ജം സന്തുലിതമാണെങ്കിൽ മനസ്സ് ശാന്തവും വ്യക്തവുമായിരിക്കും. തടസ്സപ്പെട്ടാൽ അസന്തുലിതാവസ്ഥയോ ഭയമോ ആശയക്കുഴപ്പമോ ഉണ്ടാകാം. ഇപ്പോൾ ഒരു ചോദ്യമുയരുന്നു, എന്താണ് ജാഗരണം? പലരും ഇതിനെ പെട്ടെന്നുണ്ടാകുന്ന പ്രകാശം, വിറയൽ അല്ലെങ്കിൽ അത്ഭുതങ്ങളുമായി ബന്ധപ്പെടുത്തുന്നു. എന്നാൽ യഥാർത്ഥ ജാഗരണം സാവധാനം സംഭവിക്കുന്ന ഒരു അവബോധമാണ്. പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു, യോഗശ്ചിത്തവൃത്തി നിരോധ, അതായത് ചിത്തവൃത്തികളുടെ നിരോധമാണ് യോഗം. മനസ്സിന്റെ അസ്ഥിരത ശാന്തമാകുമ്പോൾ ഉള്ളിലെ ഊർജ്ജം സ്വാഭാവികമായി മുകളിലേക്കുയരുന്നു. ജാഗരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഊർജ്ജത്തിന്റെ സന്തുലിതവും ബോധപൂർവവുമായ സജീവമാകലാണ്, അല്ലാതെ ഏതെങ്കിലും ബലപ്രയോഗത്തിലൂടെ അതിനെ മുകളിലേക്ക് തള്ളുകയല്ല. പ്രധാനപ്പെട്ട 7 ചക്രങ്ങളുടെ പാരമ്പര്യം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടതാണ്. മൂലാധാരം സ്ഥിരതയുടെയും അസ്തിത്വത്തിന്റെയും വേരാണ്. അവിടെ ഭയവും സുരക്ഷിതത്വവും ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാധിഷ്ഠാനം സൃഷ്ടിയുടെയും വികാരങ്ങളുടെയും കേന്ദ്രമാണ്. മണിപൂരകം ശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും സ്ഥാനമാണ്. അനാഹതം ഹൃദയത്തിന്റെ കേന്ദ്രമാണ്. അവിടെ സ്നേഹവും കരുണയും വികസിക്കുന്നു. വിശുദ്ധി സംസാരത്തിന്റെയും ആവിഷ്കാരത്തിന്റെയും തലമാണ്. ആജ്ഞ ഉൾക്കാഴ്ചയുടെയും സാക്ഷിബോധത്തിന്റെയും വാതിലാണ്. സഹസ്രാരം ബോധത്തിന്റെ പരമമായ സാധ്യതയുടെ പ്രതീകമാണ്. ഈ യാത്ര താഴെ നിന്ന് മുകളിലേക്കാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു പുറത്തുനിന്ന് ഉള്ളിലേക്കുള്ള യാത്രയാണ്. ഹഠയോഗ പ്രദീപികയിൽ പറഞ്ഞിരിക്കുന്നു, യഥാ സർവേ പ്രഭിദ്യന്തേ ഹൃദയസ്യ ഗ്രന്ഥയഃ, അതായത് ഹൃദയത്തിലെ എല്ലാ ഗ്രന്ഥികളും തുറക്കുമ്പോൾ അമൃതധാര പ്രവഹിക്കുന്നു. ഇവിടെ ഗ്രന്ഥി എന്ന വാക്ക് നമ്മുടെ ഉള്ളിൽ കാലങ്ങളായി അടിഞ്ഞുകൂടിയ മാനസികവും ഊർജ്ജപരവുമായ തടസ്സങ്ങളെ സൂചിപ്പിക്കുന്നു. ചക്രജാഗരണം എന്നതിനർത്ഥം ഈ തടസ്സങ്ങൾ പതുക്കെ അയയുക എന്നതാണ്. മനസ്സിൽ ഭയവും കോപവും നിയന്ത്രണമില്ലായ്മയും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഊർജ്ജം മുകളിൽ നിൽക്കില്ല, അത് താഴെയുള്ള പ്രവണതകളിൽ തന്നെ കുരുങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് ശരീരശുദ്ധിയും സന്തുലിതമായ ജീവിതവും ആദ്യത്തെ വ്യവസ്ഥയാകുന്നത്. ശുദ്ധി എന്നാൽ കേവലം ബാഹ്യമായ വൃത്തി മാത്രമല്ല, ഭക്ഷണത്തിലെ ലാളിത്യം, ദിനചര്യയുടെ കൃത്യത, ചിന്തകളുടെ വ്യക്തത എന്നിവ കൂടിയാണ്. ജീവിതം അസന്തുലിതമാകുമ്പോൾ ഊർജ്ജവും അസന്തുലിതമാകും. ഒരാൾ രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുകയും ക്രമരഹിതമായി ഭക്ഷണം കഴിക്കുകയും മാനസിക സമ്മർദ്ദത്തിൽ ജീവിക്കുകയും ചെയ്താൽ ഊർജ്ജത്തിന്റെ സൂക്ഷ്മമായ ഒഴുക്കിനെ അവന് താങ്ങാൻ കഴിയില്ല. അതിനാൽ പുരാതന ആചാര്യന്മാർ ആദ്യം സ്ഥിരതയ്ക്ക് ഊന്നൽ നൽകി. മാനസിക സ്ഥിരതയില്ലാതെ ചക്രജാഗരണം വെറുമൊരു സങ്കല്പമായി മാറുന്നു. ധ്യാനിക്കാനിരിക്കുമ്പോൾ മനസ്സ് അലഞ്ഞുതിരിയുകയാണെങ്കിൽ ഊർജ്ജത്തിന്റെ സൂക്ഷ്മമായ അനുഭവങ്ങളൊന്നും നിലനിൽക്കില്ല. കാറ്റിൽ ദീപനാളം വിറയ്ക്കുന്നതുപോലെ അസ്ഥിരമായ മനസ്സിൽ ബോധത്തിന്റെ നാളം വിറച്ചുകൊണ്ടിരിക്കും. സ്ഥിരത കൈവരുമ്പോൾ അതേ നാളം നേരെയും ശോഭയുള്ളതുമായി മാറുന്നു. ജാഗരണം എന്നതിനർത്ഥം ഈ നാളം സ്ഥിരവും പ്രകാശമാനവുമാകുക എന്നതാണ്. ഇനി മനസ്സിലാക്കേണ്ട ഏറ്റവും അത്യാവശ്യമായ ആ അടിസ്ഥാന സത്യം, ചക്രങ്ങൾ ബലപ്രയോഗത്തിലൂടെ തുറക്കാൻ കഴിയില്ല. ഒരു വ്യക്തി അക്ഷമനായി അനുഭവങ്ങൾക്ക് പിന്നാലെ മാത്രം ഓടിയാൽ അവൻ സ്വയം ഭ്രമത്തിലകപ്പെട്ടേക്കാം. ഊർജ്ജത്തിന്റെ മാർഗം സ്വാഭാവികമാണ്. ഒരു താമര വിരിയാൻ അതിന്റെ ഇതളുകൾ വലിച്ചു തുറക്കാറില്ല, പകരം സൂര്യപ്രകാശവും വെള്ളവും മതിയാകും. അതുപോലെ ചക്രങ്ങളെ വലിച്ചു തുറക്കുകയല്ല, ശുദ്ധിയും സ്ഥിരതയും നൽകി വിടർത്തുകയാണ് വേണ്ടത്. യോഗയുടെ മാർഗം ക്ഷമയുടെ മാർഗമാണ്. ശിവസംഹിതയിൽ പറഞ്ഞിരിക്കുന്നു, മന ഏവ മനുഷ്യാണാം കാരണം
ബന്ധമോക്ഷയോഹ, അതായത് മനസ്സ് തന്നെയാണ് മനുഷ്യന്റെ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം. മനസ്സ് ബന്ധിക്കപ്പെട്ടതാണെങ്കിൽ ഊർജ്ജവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സ് സ്വതന്ത്രമാണെങ്കിൽ ഊർജ്ജം സ്വയമേവ മുകളിലേക്ക് ഉയരുന്നു. അതിനാൽ ജാഗരണത്തിന്റെ കേന്ദ്രം മനസ്സിന്റെ പക്വതയാണ്, അല്ലാതെ സാങ്കേതികവിദ്യ മാത്രമല്ല. സാങ്കേതികവിദ്യ ഒരു ഉപകരണമാണ്, അതാണ് ലക്ഷ്യമെന്ന് കരുതരുത്. ചക്രങ്ങൾ ഒരു ബാഹ്യവസ്തുവല്ല, മറിച്ച് തന്റെ ബോധത്തിന്റെ അവസ്ഥകളാണെന്ന ഈ സത്യം ഒരു സാധകൻ മനസ്സിലാക്കുമ്പോൾ അവന്റെ കാഴ്ചപ്പാട് മാറുന്നു. അവൻ അനുഭവങ്ങളെ ശേഖരിക്കുകയല്ല, മറിച്ച് സ്വയം ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. മൂലാധാരത്തിന്റെ സ്ഥിരതയില്ലാതെ സഹസ്രാരത്തിന്റെ വികാസം അസാധ്യമാണെന്ന് അവനറിയാം. സ്നേഹമില്ലാതെ ശക്തി അപൂർണമാണെന്നും കരുണയില്ലാതെ അറിവ് വരേണ്ടതാണെന്നും അവൻ മനസ്സിലാക്കുന്നു. ഈ ജാഗരണത്തിനുള്ള തയ്യാറെടുപ്പ് എങ്ങനെയാണ് നടത്തുന്നതെന്നും ധാർമ്മിക അച്ചടക്കവും ശ്വാസത്തിലുള്ള ശ്രദ്ധയും ഈ മാർഗത്തിന്റെ അനിവാര്യമായ അടിത്തറയാകുന്നത് എന്തുകൊണ്ടാണെന്നും നാം ഇനി കാണും. ബോധമെന്ന വൃക്ഷം ആകാശത്തോളം വളരണമെങ്കിൽ അതിന്റെ വേരുകൾ ഭൂമിയിൽ ആഴത്തിലും സ്ഥിരതയിലും ഉറച്ചിരിക്കണം. അല്ലാത്തപക്ഷം ചെറിയൊരു കാറ്റ് അതിനെ താഴെയിടും. ചക്രജാഗരണത്തിനുള്ള തയ്യാറെടുപ്പും ഇതുപോലെ തന്നെയാണ്. ഇതൊരു നിഗൂഢമായ കുതിച്ചുചാട്ടമല്ല, മറിച്ച് സാധകൻ ആദ്യം സ്വയം പാത്രമാകുകയും പിന്നീട് ഊർജ്ജത്തെ ക്ഷണിക്കുകയും ചെയ്യുന്ന ക്രമാനുഗതമായ പക്വതയുടെ പ്രക്രിയയാണ്. ഇതിൽ ആദ്യമായി വരുന്നത് യമനിയമങ്ങളുടെ അടിസ്ഥാനമാണ്. നമ്മുടെ പെരുമാറ്റത്തെ ശുദ്ധീകരിക്കുന്ന നിയന്ത്രണമാണ് യമം. ഉള്ളിലെ ദിശയെ വ്യക്തമാക്കുന്ന അച്ചടക്കമാണ് നിയമം. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നിവ വെറും ധാർമ്മിക ഉപദേശങ്ങളല്ല, ഊർജ്ജത്തെ സ്ഥിരമായി നിലനിർത്താനുള്ള ഉപകരണങ്ങളാണ്. ഒരു വ്യക്തി ഹിംസയാൽ നിറയുമ്പോൾ ഉള്ളിൽ സൂക്ഷ്മമായ പിരിമുറുക്കം നിലനിൽക്കുന്നു. അവൻ അസത്യം പറയുമ്പോൾ ബോധത്തിൽ സംഘർഷമുണ്ടാകുന്നു. അതിയായി ശേഖരിക്കുമ്പോൾ മനസ്സ് ഭയത്താൽ ബന്ധിക്കപ്പെടുന്നു. ഇതെല്ലാം ഊർജ്ജത്തിന്റെ പ്രവാഹത്തെ ഭാരമുള്ളതാക്കുന്നു. ഖേരണ്ട സംഹിതയിൽ പറഞ്ഞിരിക്കുന്നു, ശുദ്ധവായുഗതി ശുദ്ധ, അതായത് ജീവിതം ശുദ്ധമാകുമ്പോൾ പ്രാണന്റെ ഗതിയും ശുദ്ധമാകുന്നു. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം എന്നീ നിയമങ്ങൾ സാധകനെ ഉള്ളിൽ നിന്ന് ദൃഢമാക്കുന്നു. സന്തോഷം കൊണ്ട് മനസ്സിന്റെ അസ്വസ്ഥത കുറയുന്നു. തപസ്സുകൊണ്ട് സഹനശക്തി വർദ്ധിക്കുന്നു. സ്വാധ്യായത്തിലൂടെ വിവേകം ഉണരുന്നു. ഇതെല്ലാം ചേർന്ന് ഊർജ്ജത്തെ താങ്ങാൻ കഴിയുന്ന ആന്തരിക യോഗ്യത സൃഷ്ടിക്കുന്നു. ഇതിനുശേഷമാണ് പ്രാണായാമം വരുന്നത്. എന്നാൽ ഇതൊരു കേവലം യാന്ത്രികമായ ശ്വാസപ്രക്രിയയല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്വാസം പ്രാണനിലേക്കുള്ള പാലമാണ്. ശ്വാസം അസന്തുലിതമാകുമ്പോൾ മനസ്സും അസ്ഥിരമാകുന്നു. യോഗചൂടാമണി ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു, യാവത് വായു സ്ഥിതോ ദേഹേ താവത് ജീവനമുച്യതേ, അതായത് ശരീരത്തിൽ പ്രാണൻ ഉള്ളിടത്തോളം കാലമാണ് ജീവനുള്ളത്. പ്രാണായാമത്തിന്റെ ലക്ഷ്യം പ്രാണനെ നിയന്ത്രിക്കുക എന്നതല്ല, മറിച്ച് അതിനോടൊപ്പം ബോധവാനായിരിക്കുക എന്നതാണ്. സാവധാനത്തിലുള്ളതും ക്രമമായതും പരിശീലനം ലഭിച്ചതുമായ അഭ്യാസം വഴി ശ്വാസം ദീർഘവും മൃദുവുമാകുന്നു. ഇതുവഴി ഉള്ളിലെ തരംഗങ്ങൾ ശാന്തമാകാൻ തുടങ്ങുന്നു. ഒരു വ്യക്തി അക്ഷമനായി ശ്വാസത്തെ ബലപ്രയോഗത്തിലൂടെ തടഞ്ഞു നിർത്തിയാൽ അത് ശരീരത്തിലും മനസ്സിലും സമ്മർദ്ദം ഉണ്ടാക്കാം. അതിനാൽ ക്രമാനുഗതമായ പരിശീലനം ആവശ്യമാണ്. ആദ്യം സ്വാഭാവിക ശ്വാസത്തെ നിരീക്ഷിക്കുക, പിന്നീട് പതുക്കെ അതിന്റെ താളം സന്തുലിതമാക്കുക. ശ്വാസം സ്ഥിരമാകുമ്പോൾ പ്രാണന്റെ ഒഴുക്ക് നട്ടലിൽ സ്വാഭാവികമായി അനുഭവപ്പെടാൻ തുടങ്ങും. ധ്യാനവും ഏകാഗ്രതയുമാണ് ഈ തയ്യാറെടുപ്പിന്റെ മൂന്നാമത്തെ തൂണ്. മനസ്സിനെ സ്ഥിരപ്പെടുത്താതെ ഊർജ്ജം മുകളിലേക്ക് നിൽക്കില്ല. മനസ്സ് ഇന്ദ്രിയങ്ങളുടെ ആകർഷണത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ പ്രാണൻ താഴെയുള്ള പ്രവണതകളിൽ തന്നെ തിരക്കിലായിരിക്കും. അമൃതനാഥ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു, മനഃപ്രസാദോ യോഗസ്യ ലക്ഷണം, അതായത് മനസ്സിന്റെ പ്രസന്നവും ശാന്തവുമായ അവസ്ഥയാണ് യോഗത്തിന്റെ ലക്ഷണം. ധ്യാനം എന്നതിനർത്ഥം ചിന്തകളോട് യുദ്ധം ചെയ്യുക എന്നല്ല, മറിച്ച് അവയെ സാക്ഷിഭാവത്തിൽ നോക്കിക്കാണുക എന്നതാണ്. സാധകൻ സ്ഥിരമായിരുന്ന് മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ പതുക്കെ അതിന്റെ പീട്ടി അയയുന്നു. ഏകാഗ്രത എന്നത് ബോധത്തെ ഒരു ബിന്ദുവിൽ ഉറപ്പിച്ചു നിർത്തുന്ന കലയാണ്. ഇതിലൂടെ ചിതറിക്കിടക്കുന്ന ഊർജ്ജം സംഘടിപ്പിക്കപ്പെടുന്നു. ഈ സംഘടിത ഊർജ്ജത്തിന് മാത്രമേ മുകളിലേക്ക് ഉയരാനുള്ള കഴിവുള്ളൂ. ഇതിനുശേഷം വരുന്നത് ബന്ധങ്ങളുടെയും മുദ്രകളുടെയും പൊതുതത്വങ്ങളാണ്. ബന്ധമെന്നാൽ ഊർജ്ജത്തിനൊരു ദിശ നൽകുക എന്നാണ് അർത്ഥമാക്കുന്നത്. നദിയിൽ അണക്കെട്ട് പണിത് അതിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നതുപോലെ മൂലബന്ധം, ഉഡ്യാനബന്ധം, ജാലന്ധരബന്ധം തുടങ്ങിയ പരിശീലനങ്ങൾ ഊർജ്ജത്തെ താഴെ നിന്ന് മുകളിലേക്ക് നയിക്കുന്നതിനുള്ള സൂക്ഷ്മമായ മാർഗങ്ങളാണ്. എന്നാൽ ഇവയുടെ പരിശീലനവും പരിചയസമ്പന്നരുടെ മാർഗനിർദ്ദേശത്തിൽ മാത്രമേ സുരക്ഷിതമാകൂ. ശരീരവും മനസ്സും ഒരു പ്രത്യേക യോജിപ്പിൽ വരുന്ന ബോധത്തിന്റെ ആന്തരിക അവസ്ഥയാണ് മുദ്ര. സാധകൻ ശരിയായ ആസനത്തിൽ സ്ഥിരമായിരിക്കുകയും നട്ടെല്ല് നിവർത്തിവെക്കുകയും ചെയ്യുമ്പോൾ ഊർജ്ജത്തിന്റെ ഒഴുക്ക് സ്വാഭാവികമായി മുകളിലേക്കായിരിക്കും. ഇവിടെയും ബലപ്രയോഗമല്ല, മറിച്ച് സൂക്ഷ്മമായ അവബോധമാണ് ആവശ്യം. ശരീരം പിരിമുറുക്കത്തിലാണെങ്കിൽ ഊർജ്ജവും തടസ്സപ്പെടും. അതിനാൽ സ്വാഭാവികതയാണ് ഇതിന്റെ താക്കോൽ. ക്രമാനുഗതമായ ജാഗരണത്തിന്റെ സിദ്ധാന്തമാണ് ഈ മുഴുവൻ മാർഗത്തിന്റെയും സാരം. ആദ്യം സ്ഥിരത, പിന്നെ സംവേദനക്ഷമത, അവസാനം സൂക്ഷ്മമായ അനുഭവം. ഒരു സാധകൻ അനുഭവങ്ങളെ മാത്രം തേടിയിറങ്ങിയാൽ അവൻ ആശയക്കുഴപ്പത്തിലായേക്കാം.
സ്ഥിരത എന്നാൽ ജീവിതത്തിലെ സന്തുലിതാവസ്ഥ, ചിട്ടയായ സാധന, മിതമായ ആഹാരരീതി എന്നിവയാണ്. ഈ സ്ഥിരത കൈവരുമ്പോൾ സംവേദനക്ഷമത വർദ്ധിക്കാൻ തുടങ്ങുന്നു. സാധകൻ സൂക്ഷ്മമായ മാറ്റങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു. ശ്വാസത്തിന്റെ താളം, ഹൃദയമിടിപ്പ്, ഉള്ളിലുയരുന്ന തരംഗങ്ങൾ എന്നിവ പോലെ. ഈ സംവേദനക്ഷമതയാണ് ജാഗരണത്തിലേക്കുള്ള വാതിൽ. കാരണം സംവേദനക്ഷമതയില്ലാതെ സൂക്ഷ്മ ഊർജ്ജത്തെ തിരിച്ചറിയാൻ കഴിയില്ല. സാധകൻ ക്ഷമയോടെ ഈ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ സൂക്ഷ്മമായ അനുഭവങ്ങൾ സ്വയമേവ വരാൻ തുടങ്ങുന്നു. ചിലപ്പോൾ ഉള്ളിൽ ചെറിയൊരു ചൂട് അനുഭവപ്പെടുന്നു, ചിലപ്പോൾ ശാന്തമായ വികാസത്തിന്റെ തോന്നൽ, ചിലപ്പോൾ ധ്യാനത്തിന്റെ ആഴം. എന്നാൽ ഇവിടെയും ഒരു ആസക്തി പാടില്ല. അനുഭവങ്ങൾ വരുംപോകും, എന്നാൽ സാധകന്റെ ബോധം സ്ഥിരമായിരിക്കും. യഥാർത്ഥ തയ്യാറെടുപ്പ് ഇതാണ്. അതിൽ വ്യക്തി ഏതെങ്കിലും പ്രത്യേക സാങ്കേതികവിദ്യ പഠിക്കുകയല്ല, മറിച്ച് സ്വയം ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ചക്രജാഗരണത്തിന്റെ തയ്യാറെടുപ്പിലെ ഏറ്റവും വലിയ അപകടം അക്ഷമയാണ്. സാധകൻ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയോ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ട് സ്വയം പിന്നിലാണെന്ന് കരുതുകയോ ചെയ്താൽ അവന്റെ മനസ്സിന് സമനില നഷ്ടപ്പെടാം. ഈ മാർഗം തികച്ചും വ്യക്തിപരമാണ്. ഓരോരുത്തരുടെയും വേഗത വ്യത്യസ്തമാണ്. ചിലർ വേഗത്തിൽ സഞ്ചരിക്കുന്നു, ചിലർ സാവധാനം. എന്നാൽ ദിശ ശരിയാണെന്നതാണ് പ്രധാനം. ധാർമ്മിക അച്ചടക്കം, സന്തുലിതമായ ശ്വാസം, സ്ഥിരമായ ധ്യാനം, സൂക്ഷ്മമായ പരിശീലനം എന്നിവ സന്തുലിതമായി നിലനിൽക്കുമ്പോഴാണ് ദിശ ശരിയാകുന്നത്. ഠോക്കർ ക്രിയയുടെ സിദ്ധാന്തം എന്താണെന്നും അത് യഥാർത്ഥത്തിൽ ബോധത്തിൽ ഏതുതരം ആന്തരിക മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്നും നാം ഇനി മനസ്സിലാക്കും. സാധകൻ തയ്യാറെടുപ്പുകളുടെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ മനസ്സ് താരതമ്യേന ശാന്തമാവുകയും ശ്വാസം സന്തുലിതമാവുകയും ചെയ്യുമ്പോൾ അപ്പോൾ സൂക്ഷ്മമായ ഒരു പ്രക്രിയ ആരംഭിക്കുന്നു. അതിനെ പാരമ്പര്യത്തിൽ ഠോക്കർ ക്രിയ എന്ന് വിളിക്കുന്നു. ഇവിടെ ഠോക്കർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഭൗതികമായ പ്രഹരമല്ല, മറിച്ച് പ്രാണപ്രവാഹത്തിന്റെ താളാത്മകമായ ആന്തരിക സ്പന്ദനമാണ്. പ്രത്യേകിച്ചും ഹൃദയകേന്ദ്രത്തിൽ ഈ ആഘാതം പുറമേയുള്ളതല്ല, ബോധത്തിനുള്ളിൽ സംഭവിക്കുന്ന തരംഗമാണ്. ഇത് കൃത്യമായ താളത്തിലുണ്ടാകുകയും സൂക്ഷ്മമായ വിറയലിലൂടെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയ കാഠിന്യത്തെ സ്പർശിക്കുകയും ചെയ്യുന്നു. വികാരങ്ങളും ഓർമ്മകളും ആഴത്തിലുള്ള ആസക്തികളും ശേഖരിക്കപ്പെടുന്ന സ്ഥലമായതുകൊണ്ടാണ് ഹൃദയകേന്ദ്രത്തെ ഇത്രയും പ്രധാനമായി കണക്കാക്കുന്നത്. താളാത്മകമായ ഈ പ്രാണതരംഗം ഈ പ്രദേശത്തെ സ്പർശിക്കുമ്പോൾ ഉള്ളിലെ ഏതോ വാതിലിൽ പതുക്കെ മുട്ടുന്നതുപോലെ തോന്നും. ഈ മുട്ടൽ ബലപ്രയോഗത്തിലൂടെയുള്ളതല്ല, മറിച്ച് ബോധത്തിന്റെയും ശ്വാസത്തിന്റെയും സംയോജിത പ്രവാഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ശാന്തമായ തടാകത്തിൽ തിരമാലകൾ തീരത്തെത്തി പതുക്കെ മണ്ണിലെ കടുപ്പം കുറയ്ക്കുന്നതുപോലെ ഈ ആന്തരിക ആഘാതം ഹൃദയത്തിന്റെ കാഠിന്യത്തെ മൃദുവാക്കുന്നു. പാരമ്പര്യത്തിൽ ഗ്രന്ഥിഭേദനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗ്രന്ഥി എന്നാൽ കെട്ട്. ഈ കെട്ട് ഊർജ്ജത്തിന്റെ മാത്രമല്ല, സംസ്കാരങ്ങളുടെയും വ്യക്തിത്വത്തിന്റെയും കൂടിയാണ്. മൂലാധാരത്തിലും സ്വാധിഷ്ഠാനത്തിലുമായി ബ്രഹ്മഗ്രന്ഥിയും ഹൃദയഭാഗത്ത് വിഷ്ണുഗ്രന്ഥിയും ആജ്ഞാഭാഗത്ത് രുദ്രഗ്രന്ഥിയുമുണ്ടെന്നാണ് വിശ്വാസം. ഈ ഗ്രന്ഥികളെ ഭേദിക്കുക എന്നത് ഹിംസാത്മകമായ പ്രക്രിയയുടെ പ്രതീകമല്ല, മറിച്ച് ഊർജ്ജത്തിന്റെ സ്വതന്ത്രമായ പ്രവാഹത്തിന് തടസ്സമാകുന്ന ആ കെട്ടുകളെ അഴിച്ചുവിടുക എന്നതാണ്. ഠോക്കർ ക്രിയയിലൂടെ പ്രാണന്റെ താളാത്മകമായ തരംഗം ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ വിഷ്ണുഗ്രന്ഥിയുടെ കാഠിന്യം പതുക്കെ അയയാൻ തുടങ്ങുന്നു. ഇതുവഴി സ്നേഹത്തിന്റെയും കരുണയുടെയും സ്വാഭാവിക വികാസം സാധ്യമാകുന്നു. അതുപോലെ ക്രമേണ മുകളിലേക്ക് പോകുന്തോറും ബോധത്തിൽ വ്യക്തത വരാൻ തുടങ്ങുന്നു. ശ്വാസം, ധ്യാനം, മന്ത്രം എന്നിവയുടെ സംയോജനമാണ് ഈ പ്രക്രിയയുടെ കേന്ദ്രം. ശ്വാസം നിയന്ത്രിതവും താളാത്മകവുമാകുമ്പോൾ, ധ്യാനം ഏതെങ്കിലും പ്രത്യേക കേന്ദ്രത്തിൽ സ്ഥിരമാകുമ്പോൾ, മന്ത്രത്തിന്റെ സൂക്ഷ്മമായ ശബ്ദം ഉള്ളിൽ ഒരു കമ്പനമുണ്ടാക്കുമ്പോൾ, ഈ മൂന്നും ചേർന്ന് ബോധത്തിൽ ഒരു പ്രത്യേക തരംഗം സൃഷ്ടിക്കുന്നു. ഈ തരംഗം സാധാരണ ചിന്തകളുടെ തരംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് കൂടുതൽ സംഘടിതവും കൂടുതൽ സൂക്ഷ്മവും കൂടുതൽ ശക്തവുമാണ്. മന്ത്രം ഇവിടെ കേവലം ഒരു വാക്കല്ല, മറിച്ച് ശബ്ദത്തിന്റെ സൂക്ഷ്മമായ തരംഗമാണ്. യോഗ കുണ്ടലിനി ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു, മന്ത്രേണ ചേതനാ ജാഗ്രതി, അതായത് മന്ത്രത്താൽ ബോധം ഉണരുന്നു. ഈ മന്ത്രം ശ്വാസത്തോട് ചേർന്ന് ഉള്ളിൽ ആവർത്തിക്കപ്പെടുമ്പോൾ അതിന്റെ കമ്പനം ഹൃദയത്തിലും നട്ടെല്ലിന്റെ സൂക്ഷ്മപാതകളിലും അനുഭവപ്പെടാൻ തുടങ്ങും. ഈ കമ്പനം ബോധത്തെ പതുക്കെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. മുകളിലേക്ക് കൊണ്ടുപോവുക എന്നത് ഇവിടെ ഭൗതികമായ ഉയരമല്ല, മറിച്ച് സൂക്ഷ്മതയുടെ ദിശയാണ്. ജലം ബാഷ്പമായി മുകളിലേക്ക് ഉയരുന്നതുപോലെ ഭൗതികമായ വികാരങ്ങളും ചിന്തകളും സൂക്ഷ്മമായ അനുഭവങ്ങളായി മാറാൻ തുടങ്ങുന്നു. പരിമിതമായ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല തന്റെ വ്യക്തിത്വമെന്നും ഉള്ളിൽ വിശാലമായ ഒരു സാക്ഷിയുണ്ടെന്നും സാധകൻ അനുഭവിക്കുന്നു. ഈ അവസ്ഥയിൽ നാദത്തിന്റെ അനുഭവം വെളിപ്പെട്ടേക്കാം. നാദമെന്നാൽ ബാഹ്യകർണങ്ങൾ കൊണ്ടല്ല, ബോധത്താൽ കേൾക്കുന്ന ആന്തരിക ശബ്ദമാണ്. ചിലപ്പോൾ ഇത് മധുരമായ മൂളൽ പോലെയും ചിലപ്പോൾ ദൂരെയുള്ള മണിയൊച്ച പോലെയും തോന്നും. മനസ്സ് ആവശ്യത്തിന് ശാന്തമാകുമ്പോഴാണ് ഈ അനുഭവം വെളിപ്പെടുന്നത്. കൂടസ്ഥ അനുഭവം എന്നാൽ എല്ലാ അനുഭവങ്ങൾക്കും നടുവിൽ സ്ഥിരമായി നിൽക്കുന്ന ചലിക്കാത്ത സാക്ഷി എന്നാണ് അർത്ഥമാക്കുന്നത്. ഠോക്കർ ക്രിയയിലൂടെ പ്രാണന്റെ തരംഗങ്ങൾ ഹൃദയത്തെ സ്പർശിക്കുകയും ഗ്രന്ഥികൾ അയയാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ മാറ്റങ്ങൾക്കിടയിലും മാറാതെ നിൽക്കുന്ന ആ സ്ഥിരമായ ബിന്ദുവിനെ സാധകന് ആദ്യമായി തന്റെ ഉള്ളിൽ അനുഭവിക്കാൻ കഴിയും. ഈ അനുഭവം വാക്കുകൾക്കതീതമാണ്. എന്നാൽ ഇതിന്റെ ഒരു മിന്നലാട്ടം
ബോധം ശരീരത്തെക്കാളും ചിന്തകളെക്കാളും വളരെ വിശാലമാണെന്ന വിശ്വാസം സാധകന് നൽകുന്നു. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം വരുന്നു. അതിനെ പരാവസ്ഥ എന്ന് വിളിക്കുന്നു. ക്രിയയ്ക്ക് ശേഷമുള്ള ഈ അഗാധമായ മൗനത്തിന്റെ അവസ്ഥയാണ് യഥാർത്ഥ യോഗത്തിന്റെ തലം. ടോക്കറിന്റെ താളം നിൽക്കുമ്പോൾ, മന്ത്രത്തിന്റെ ശബ്ദം ശാന്തമാകുമ്പോൾ, ശ്വാസം സാധാരണമാകുമ്പോൾ, അപ്പോൾ ഉള്ളിൽ ആഴത്തിലുള്ള ഒരു മൗനം വെളിപ്പെടുന്നു. ഈ മൗനം ശൂന്യതയല്ല, മറിച്ച് സജീവമായ ഒരു സാന്നിധ്യമാണ്. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ തിരമാലകൾ ഉയരുമ്പോഴും ആഴങ്ങളിൽ സമ്പൂർണ്ണ ശാന്തതയുള്ളതുപോലെ ക്രിയയുടെ തരംഗങ്ങൾക്ക് ശേഷം ബോധത്തിന്റെ ആഴം വെളിപ്പെടുന്നു. ഈ പരാവസ്ഥയിലാണ് ശ്രമങ്ങളെല്ലാം അവസാനിച്ചുവെന്നും ഇനി കേവലമായിരിക്കുക മാത്രമേയുള്ളൂവെന്നും സാധകൻ അനുഭവിക്കുന്നത്. യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് ഈ ബിന്ദുവിലാണ്. സാധകൻ കേവലം ആഘാതത്തിലും കമ്പനത്തിലും മാത്രം ഒതുങ്ങി നിന്നാൽ അവൻ പകുതി ദൂരം മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. എന്നാൽ അവന് ഈ മൗനത്തിൽ സ്ഥിരമായി നിൽക്കാൻ കഴിഞ്ഞാൽ അതേ മൗനം അവന്റെ ഉള്ളിലെ സ്വത്വത്തെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങുന്നു. യോഗതത്വ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു, നാദാനുസന്ധാനാത് ലയം യാതി മനഃ. അതായത് നാദത്തിന്റെ അനുസന്ധാനത്താൽ മനസ്സ് ലയത്തെ പ്രാപിക്കുന്നു. ഈ ലയമാണ് പരാവസ്ഥയുടെ വാതിൽ. ഇത്തരത്തിൽ ടോക്കർ ക്രിയയുടെ സിദ്ധാന്തം ഏതെങ്കിലും നിഗൂഢമായ പ്രകടനത്തേക്കാൾ പ്രാണന്റെ താളാത്മകമായ തരംഗം ഹൃദയത്തെ സ്പർശിക്കുന്ന സൂക്ഷ്മമായ ആന്തരിക പ്രക്രിയയാണ്. ഇത് ഗ്രന്ഥികളെ അയവുള്ളതാക്കുന്നു. മന്ത്രത്തിന്റെയും ധ്യാനത്തിന്റെയും സംയോജിത ഫലത്താൽ ഇത് ബോധത്തിൽ കമ്പനമുണ്ടാക്കുന്നു. ഈ പ്രക്രിയ സുരക്ഷിതവും സന്തുലിതവുമായി നിലനിർത്തുന്നതിന് ഈ ക്രിയയുടെ ഘടനാപരമായ ധാരണയും ആവശ്യമായ മുൻകരുതലുകളും നാം ഇനി മനസ്സിലാക്കും. ഇതുവരെ നാം സിദ്ധാന്തവും ആന്തരിക മാറ്റവുമാണ് മനസ്സിലാക്കിയത്. എന്നാൽ ഏത് ക്രമത്തിലും വിവേകത്തിലുമാണ് ഈ പ്രക്രിയ സ്വീകരിക്കേണ്ടതെന്നും അറിയേണ്ടത് ആവശ്യമാണ്. ഏതെങ്കിലും രഹസ്യ സാങ്കേതികവിദ്യ പ്രദർശിപ്പിക്കുക എന്നതല്ല ഇവിടുത്തെ ലക്ഷ്യം, മറിച്ച് ഈ സാധന സുരക്ഷിതമായി സംഭവിക്കാൻ കഴിയുന്ന ആ ഘടന മനസ്സിലാക്കുക എന്നതാണ്. ഏറ്റവും ആദ്യം മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പ് അനിവാര്യമാണ്. പ്രാണനെ സന്തുലിതമാക്കാനുള്ള കൃത്യമായ പരിശീലനം സ്ഥാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ശരീരം മുദ്രയിൽ സ്ഥിരമായി ഇരിക്കാൻ ശീലിച്ചിട്ടില്ലെങ്കിൽ, മനസ്സ് ഇടയ്ക്കിടെ അസ്ഥിരമായി അലഞ്ഞുതിരിയുന്നുവെങ്കിൽ മുന്നോട്ടു പോകുന്നത് ശരിയല്ല. ഒരാൾ ആഴത്തിലുള്ള വെള്ളത്തിൽ ഇറങ്ങുന്നതിനു മുൻപ് നീന്താൻ പഠിക്കാതെ ചാടുന്നതുപോലെയാണിത്. നിരന്തരമായ പരിശീലനത്തിലൂടെ ശ്വാസത്തിന്റെ താളം സ്വാഭാവികമാകുന്നു. നട്ടെല്ല് നേരെയും സ്ഥിരവുമായി നിലനിർത്താനുള്ള കഴിവ് വികസിക്കുന്നു. മനസ്സ് ക്രമേണ ഏകാഗ്രതയെ സ്വീകരിക്കുന്നു. ഈ അടിത്തറയുണ്ടാകുമ്പോൾ മാത്രമേ തുടർന്നുള്ള പ്രക്രിയ സന്തുലിതമായി തുടരുകയുള്ളൂ. ഊർജത്തിന്റെ ആരോഹണം ഈ ക്രിയയുടെ പൊതുവായ അടിസ്ഥാനമാണ്. ഇവിടെ ആരോഹണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഭൗതിക വസ്തുവിനെ മുകളിലേക്ക് വലിക്കുന്നതല്ല, മറിച്ച് ധ്യാനത്തിന്റെ സഹായത്തോടെ പ്രാണന്റെ പ്രവാഹം നട്ടെല്ലിന്റെ സൂക്ഷ്മപാതയിൽ അനുഭവിക്കുക എന്നതാണ്. സാധകൻ ശ്വാസത്തോടൊപ്പം ശ്രദ്ധയോടെയിരിക്കുകയും താഴെ നിന്ന് മുകളിലേക്ക് നീങ്ങുന്ന ആ പ്രവാഹം ഉള്ളിൽ അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ അനുഭവം തുടക്കത്തിൽ ഭാവന പോലെ തോന്നിയേക്കാം, എന്നാൽ നിരന്തരമായ പരിശീലനത്തിലൂടെ അത് കൂടുതൽ വ്യക്തമാകും. ഇവിടെയും ബലപ്രയോഗമല്ല, മൃദുവായ അവബോധമാണ് വഴി. അക്ഷമനായ ഒരാൾ ഊർജത്തെ മുകളിലേക്ക് തള്ളാൻ ശ്രമിച്ചാൽ അവൻ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ആരോഹണം സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന ധാരണ ആവശ്യമാണ്. ഈ അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിയുമ്പോൾ ധ്യാനം ഹൃദയകേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കുന്നു. ഹൃദയഭാഗത്ത് പ്രാണനെ താളാത്മകമായി സ്ഥിരപ്പെടുത്തുക എന്നതാണ് ഈ ക്രിയയുടെ പ്രധാന ബിന്ദു. ഈ സ്ഥിരത വരുന്നത് പുറമേയുള്ള പേശികളുടെ സങ്കോചത്തിൽ നിന്നല്ല, മറിച്ച് ഉള്ളിലെ ബോധത്തിൽ നിന്നാണ്. ശ്വാസത്തിന്റെ ഓരോ പ്രവാഹവും ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ടെന്നും അവിടെ ഒരു സൂക്ഷ്മമായ കമ്പനമുണ്ടാകുന്നുണ്ടെന്നും സാധകൻ അനുഭവിക്കുന്നു. ഈ കമ്പനം എത്രത്തോളം താളാത്മകമാണോ അത്രത്തോളം അത് മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. ഹൃദയഭാഗം സംവേദനക്ഷമമായതിനാൽ ഇവിടെ ക്ഷമ ആവശ്യമാണ്. അവിടെ ഉറഞ്ഞുകൂടിയ വൈകാരിക പാളികൾ പതുക്കെ തുറക്കപ്പെടുന്നു. ആന്തരിക ആഘാതം ഈ താളാത്മക പ്രക്രിയയുടെ ഫലമാണ്. ശ്വാസവും ധ്യാനവും സൂക്ഷ്മമന്ത്രവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു പ്രത്യേക തരംഗമുണ്ടാകുന്നു. ഈ തരംഗം കഠിനമായ പ്രഹരം പോലെയല്ല, മറിച്ച് ഉള്ളിലെ പ്രതിധ്വനി പോലെയാണ്. ഓരോ ശ്വാസത്തിലും ഉള്ളിൽ എന്തോ സൂക്ഷ്മമായ സ്പന്ദനം ഉയരുകയും പിന്നീട് ശാന്തമാകുകയും ചെയ്യുന്നതായി സാധകന് തോന്നാം. ഇതാണ് ടോക്കറിന്റെ യഥാർത്ഥ രൂപം. ഈ സ്പന്ദനം എത്രത്തോളം ബോധപൂർവം അനുഭവിക്കുന്നുവോ അത്രത്തോളം ഉള്ളിലെ കെട്ടുകൾ അയയും. എന്നാൽ അനുഭവങ്ങളോടുള്ള ആഗ്രഹത്തിൽ മനസ്സ് കുരുങ്ങിയാൽ ഈ പ്രക്രിയ തടസ്സപ്പെടാം. അതിനാൽ സാക്ഷിഭാവം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ക്രിയയ്ക്ക് ശേഷമുള്ള മൗനമാണ് ഈ മുഴുവൻ സാധനയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. താളാത്മകമായ ആഘാതം നിൽക്കുകയും മന്ത്രത്തിന്റെ പ്രതിധ്വനി മങ്ങുകയും ചെയ്യുമ്പോൾ സാധകൻ സ്ഥിരമായിരിക്കുകയും ആ ശാന്തത സംഭവിക്കാൻ അനുവദിക്കുകയും വേണം. ഇതാണ് പരാവസ്ഥ. ഇവിടെ ശ്രമം അവസാനിക്കുകയും അനുഭവം സ്വയം സംഭവിക്കുകയും ചെയ്യുന്നു. സാധകൻ പെട്ടെന്ന് എഴുന്നേൽക്കുകയോ മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുകയോ ചെയ്താൽ അവന് ഈ മൗനത്തിന്റെ ആഴം തിരിച്ചറിയാൻ കഴിയില്ല. ഈ മൗനത്തിലിരിക്കുന്നതാണ് യഥാർത്ഥ സമർപ്പണം. ഇവിടെ ഒന്നും ചെയ്യാനില്ല, കേവലം ഉണ്ടായിരിക്കുക മാത്രമേയുള്ളൂ. ഈ അവസ്ഥയിൽ ബോധം സ്വയം കൂടുതൽ വ്യക്തമായി തിരിച്ചറിയാൻ തുടങ്ങുന്നു. എന്നാൽ
ഈ മുഴുവൻ മാർഗത്തോടൊപ്പവും വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയായ മാർഗനിർദ്ദേശമില്ലാത്ത ഉയർന്ന ഊർജ്ജ പരിശീലനങ്ങൾ മാനസികവും ശാരീരികവുമായ അസന്തുലിതാവസ്ഥയുണ്ടാക്കാം. പ്രാണന്റെ ഒഴുക്ക് സൂക്ഷ്മവും ശക്തവുമാണ്. അതിൽ അശ്രദ്ധമായി ഇടപെട്ടാൽ മനസ്സിൽ ആശയക്കുഴപ്പമോ ഭയമോ അസ്ഥിരതയോ ഉണ്ടാകാം. യോഗ പാരമ്പര്യത്തിൽ എപ്പോഴും ഗുരുവിന്റെ മാർഗനിർദ്ദേശത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. വേഗതയേക്കാൾ പ്രധാനമാണ് യോഗ്യത എന്ന് സാധകൻ മനസ്സിലാക്കണം. അടിത്തറ ശക്തമാണെങ്കിൽ പുരോഗതി സ്വാഭാവികമായിരിക്കും. എന്നാൽ അടിത്തറ ദുർബലമാണെങ്കിൽ തീവ്രമായ പരിശീലനം ഹാനികരമായേക്കാം. ചക്രജാഗരണത്തിന്റെ ലക്ഷ്യം അനുഭവങ്ങളുടെ ശേഖരണമല്ല എന്നതും ഓർക്കേണ്ടതാണ്. പലപ്പോഴും സാധകൻ പ്രകാശം, ശബ്ദം അല്ലെങ്കിൽ കമ്പനം പോലുള്ള അനുഭവങ്ങളിൽ കുടുങ്ങുകയും അവയാണ് ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥ ലക്ഷ്യം ബോധത്തിന്റെ ശുദ്ധീകരണമാണ്. അഹങ്കാരത്തിന്റെ പീട്ടി അയയുന്നതാണ്. അനുഭവങ്ങൾ വന്നാൽ അവയെ സാക്ഷിഭാവത്തിൽ കാണുക. വന്നില്ലെങ്കിലും പരിശീലനം തുടരുക. കാരണം ഈ മാർഗം ബാഹ്യമായ തെളിവുകളുടെയല്ല, ആന്തരിക പക്വതയുടേതാണ്. തയ്യാറെടുപ്പ്, ആരോഹണം, ഹൃദയകേന്ദ്രത്തിന്റെ താളം, ആന്തരിക സ്പന്ദനം, മൗനം എന്നിവയെല്ലാം ഒരു ക്രമത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് ആത്യന്തികമായി ടോക്കർ ക്രിയയുടെ ഘടന പഠിപ്പിക്കുന്നത്. ഇവയിൽ ഒന്നിനെ വേർതിരിച്ചു കണ്ടാൽ പൂർണ്ണത മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് സമന്വയിപ്പിച്ച ഒരു പ്രക്രിയയാണ്. ഇതിൽ സാധകൻ സ്വയം ക്രമേണ ശുദ്ധീകരിക്കുകയും തുടർന്ന് ബോധത്തിന്റെ ആഴത്തിലുള്ള തലങ്ങളെ സ്പർശിക്കുകയും ചെയ്യുന്നു. അവൻ ക്ഷമയും വിവേകവും വിനയവും നിലനിർത്തിയാൽ ഈ മാർഗം സുരക്ഷിതവും സന്തുലിതവുമായി തുടരും. സന്തുലിതാവസ്ഥ നിലനിൽക്കുമ്പോൾ മാത്രമേ ജാഗരണം സ്വാഭാവികവും ശാശ്വതവുമാകുകയുള്ളൂ. നിങ്ങളുടെ ഉള്ളിലെ ആഴങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഓരോ ദിവസവും നിങ്ങളെത്തന്നെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണുക. വളരെയധികം നന്ദി.